അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാന മൈ ധ്യാൻ എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എൻ്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കതൊരു വാക്ക്, ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. തന്നെ ഇത്തരം ഇതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഈ കാലത്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതോടൊപ്പം തന്നെ എൻ്റെ ഫ്രട്ടേണിറ്റിയിലുള്ള സിനിമാക്കാരോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കാലത്തിന്റെ മാറ്റമാണ്. നമ്മൾ ഫാൻസിനെ അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്താ ഉറക്കം വരുന്നു. സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും ചെയ്യുമെന്ന് പറയുന്ന എന്റെ ഫ്രട്ടേണിറ്റിക്കകത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ ബോധത്തരം തന്നെയാണ്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ മലയാള സിനിമയിൽ നിന്ന് അശ്വന്തിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്ത് വെറും ഈ പറഞ്ഞ ഡിഫെയിമിങ് ഒന്നും ഇല്ലാതെ തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുന്ന അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളല്ല വേറൊരു കുഴപ്പമുണ്ട്. സിയാദ് കോക്കർ തന്നെ ഇത്തരം ഇതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഈ കാലത്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചെനിക്ക് പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ.